ഹായ്, ഞാൻ അനുസ്കറിയ ഫ്രം ഡൽഹി. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഓഗസ്റ്റ് 4 കൂടിയിട്ട് ഞാൻ ഫെബ്ബിയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. VKC കുത്താപ്പള്ളിയുടെ ഒരു സെറ്റും മുണ്ടും സാരീസ് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അപ്പോൾ ഞാനത് അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് അത് നോക്കിയപ്പം അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ബിബിൻ വേണൂർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരുണ്ടായിരുന്നു. അപ്പം വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നത് 9778246762. അപ്പോൾ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പം അവരാരും ഫോൺ എടുക്കാറില്ല. അതിന് ജസ്റ്റ് ഒരു മെസ്സേജ് വന്നു, ഇതിൽ വാട്സപ്പിൽ വാ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരെ വാട്സപ്പിൽ പോയി. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സെറ്റ് അമൗണ്ടിൻ്റെ ഞാൻ ഫോട്ടോസ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. ഒരു സ്കൈ ബ്ലൂ, ഒരു റാണി കളറ്, ഒരു ഓറഞ്ച് കളറിലെ ഡബിൾ ഷെയ്ഡ് സെറ്റ് അമൗണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ആയിരുന്നു അത് അവരെനിക്ക് അയച്ചു തന്നിരുന്നത്. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചി സെറ്റ് നേരിയതിൻ്റെ മേളത്തെ ഭാഗമുള്ളത് ഒന്ന് അളവ് പിടിച്ചിട്ട് കാരണം ഞങ്ങൾ ഇവിടുന്ന് പാക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വരുമ്പം ചേച്ചിക്ക് അത് ചെറുതാണെങ്കിലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോൾ തന്നെ അത് പറയാമെന്ന് പറഞ്ഞു. ഞാനതിൻ്റെ അളവ് എടുത്ത് വെച്ചിട്ട് ഞാനതിൻ്റെ മീറ്റർ ഞാൻ പറഞ്ഞു ഇത്ര ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്തു. അതിനകത്തെ നമ്പറാണ് 800 രൂപയാണ് ഒരു സെറ്റ് മുണ്ടിന്. എനിക്ക് 3 ഇഷ്ടമായി. അപ്പോൾ അവരുടെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് 2500 രൂപയാണ്. അപ്പോൾ അവർ ഗൂഗിൾ പേ നമ്പർ തന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9080007987. അപ്പോൾ അവർ പറഞ്ഞു ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളൂ, സ്ക്രീൻഷോട്ട് തിരിച്ച് വിട്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ അതിനെ പേയ്മെൻറ്റ് ചെയ്തു, സ്ക്രീൻഷോട്ട് വിട്ടു. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ചില സ്ഥലത്തൊക്കെ നമ്മൾ ആദ്യം തന്നെ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ അവരത് നമുക്ക് പാക്ക് വിടുകയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ കുത്താപ്പള്ളിയിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ കടയിൽ നിന്ന് സാരി കടയിൽ നിന്ന് നമ്മൾ സാരികൾ എടുക്കുന്നതാണ്. ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പം ഞാൻ ഇപ്പം 1 മാസം ആകുന്നു ഈ ഒരു സംഭവം നടന്നിട്ട്. അപ്പം എനിക്കിത് കൺഫേം അല്ല, ഇങ്ങനെയൊരു കടയുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് നാട്ടിൽ തൃശ്ശൂർ ഇങ്ങനൊരു കടയുണ്ടോ എന്ന് നമുക്ക് തപ്പിപ്പിടിക്കാനായിട്ട് ഭയങ്കര പാടുള്ളൊരു കാര്യമാണെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. പിന്നെ ഇതിൻ്റെ പുറകെ ഒരു 2500 രൂപ പുറകെ നമ്മൾ ഇറങ്ങില്ലെന്നുള്ള കാര്യവും അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാനൊരു വീഡിയോ ഇട്ട് വിടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഇങ്ങനെയൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്, അവിടുത്തെ ഓണർ അറിയാതെ അവിടെ നിൽക്കുന്ന ഹെൽപ്പർമാരോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആരെങ്കിലും ആണ് ഇങ്ങനെയൊരു ചീറ്റിങ് ചെയ്യുന്നെങ്കിൽ അതൊന്ന് അവരുടെ ഓർമ്മയിൽ പെടുത്താനും വേണ്ടിയിട്ടും പിന്നെ ഇങ്ങനെയുള്ള ചതിവുകളിൽ നിങ്ങൾ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടുമാണ്. കാരണം ഇപ്പം 2500 രൂപ വെച്ചിട്ട് പലരുടെ കയ്യിൽ നിന്നാകുമ്പം അത് നല്ലൊരു എമൗണ്ട് ഇവരുടെ കയ്യിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ ഓർത്ത് നോക്കിക്കേ, ഇന്ന് ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് ഞാൻ ഈ സെയിം നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മറുപടിയില്ല, ഒരു മറുപടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തപ്പോൾ സെയിം തന്നെ വന്നു, നിങ്ങൾ വാട്സാപ്പിൽ വാ, ഹായ്, പേയ്മെൻറ്റ് ചെയ്യൂ, ഇതാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ. ഈ സെയിം നമ്പർ തന്നെയാണ് അവർ കൊടുത്തിരുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഇവരുടെ 2 നമ്പറുകളും ചാലുവാണ്, 2 നമ്പറും ചലിക്കുന്ന നമ്പറുകളാണ്. അപ്പം ഇവർ ഈ നമ്പർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല, ഫോൺ എടുക്കില്ല. അപ്പം എന്താ പറയുക, അപ്പം ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഓണറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതിടുന്നത്. കാരണം അവിടെ ജോലി ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള, കാരണം അതിൻ്റെ ടെക്സ്റ്റൈൽസിൻ്റെ ഫുള്ള് നെയിമും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സാരി VKC കുത്താപ്പള്ളി തൃശ്ശൂർ സാരി ടെക്സ്റ്റൈൽസ്, അതായത് ടൈമിങ് എല്ലാം ഓൾ ഓവർ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ അവർ അതിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മളിത് ചെയ്തത്. നമുക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പാവങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പം വേണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കാലമൊക്കെ അല്ലേ, അവർക്ക് സെറ്റും കൊണ്ടൊക്കെ കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെയൊക്കെ പറ്റിച്ച് കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശം പരിപാടിയല്ലേ. അപ്പം ഇതൊരു ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടി, അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ആരും പോയി പെടരുത്. VKC കുത്താപ്പള്ളി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ ആരും പോയി പെടരുത്. അത് നമ്മുടെ പൈസ നഷ്ടമാകും.
അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും വേണ്ടിയിട്ട്, അപ്പോൾ അവർക്ക് സത്യസന്ധമായിട്ടുള്ളവരായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഒരു പ്രാവശ്യം ഇത്രയും ഞാൻ കോളുകൾ ചെയ്തിട്ടും ഒരു പ്രാവശ്യം പോലും എൻ്റെ കോൾ പിക്ക് ചെയ്യുമോ, എനിക്ക് അതിനുള്ളൊരു മറുപടി തരുമോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിന് മറുപടി വിട്ടു. ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ചെയ്യും, നിങ്ങളെനിക്ക് മറുപടി തന്നില്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ കോൾ ഞാൻ മെസ്സേജ് ഇടുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മറുപടി അവർ കാണിക്കാത്ത പക്ഷം അത് ശരിക്കും അത് ചീറ്റിങ് തന്നെയാണ് എന്നാണ് എന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം. അപ്പം നിങ്ങളാരും ഇതിനകത്ത് പോയി പെടാതിരിക്കുക, ഈ ഒരു കടയുടെ ഇതിൽ പോയിട്ട് വീഴാതിരിക്കുക. ബാക്കി നമുക്ക് ഇഷ്ടംപോലെ കടകൾ, കൊത്താപ്പള്ളി ടെക്സ്റ്റൈൽസൊക്കെ നല്ല ഇതുള്ള കടകളാണ്. അപ്പം അവിടെയൊക്കെ പോയിട്ട് വാങ്ങാം. നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഇതിനകത്ത് പോയിട്ട് വാങ്ങാതിരിക്കുക. അപ്പം ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന പണിഷ്മെൻറ്റുകൾ കൊടുക്കുക. അവർക്ക് വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കട്ടെ. ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അവിടുത്തെ ഉടമകളെ പറ്റിക്കാതിരിക്കുക. നമ്മൾ നാട്ടുകാരെ പറ്റിച്ചിട്ടും അല്ലെ മനുഷ്യരെ പറ്റിച്ചിട്ടും നമുക്കൊന്നും നേടാനില്ല. ഈ ഭൂമുഖത്തൊന്നും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാം നമ്മൾ ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരാണ്. നമുക്ക് ആരെയും പറ്റിച്ചിട്ട് ഒരിക്കലും നമുക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു നല്ല ഒരു മെസ്സേജും കൂടെ നിങ്ങളുടെ കയ്യിൽ വെച്ചോളുക. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പം നോക്കാം. നമ്മുടെ വയനാട്ടിലെ എന്തോരം പാവങ്ങൾ, ഒന്നും അറിയാത്ത എത്രയോ ആൾക്കാർ ഒരു നിമിഷം കൊണ്ട് എല്ലാവരും പോയത്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയോ? ഒന്നും കൊണ്ടുപോയില്ല. നമ്മുടെ ഈ ജീവിതം ഒരു നിമിഷത്തേക്കുള്ളത് മാത്രമാണ്. നമ്മൾ ഇന്ന് നമ്മൾ ഉറങ്ങി നാളെ രാവിലെ എണ്ണിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. നമ്മുടെ ജീവിതം എന്താ പറയുക, ഒരു നിമിഷത്തേനുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വലിക്കുന്ന ശ്വാസം നമ്മൾ നേരിട്ടെത്തി അത് നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അകത്തോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു നമ്മുടെ ജീവിതം. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാരും ആരെയും പറ്റിക്കാതിരിക്കുക. നല്ല മനസ്സോടുകൂടി നല്ല ആൾക്കാരായിട്ട് നല്ല മനുഷ്യരായിട്ട് തന്നെ ജീവിക്കുക. എല്ലാവരും ആരെയും പറ്റിക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.